എല്ലാവർക്കും വിങ്സ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സാധാരണയായി എല്ലാ എക്സാംസിലും ചോദിച്ചു വരുന്ന ഒരു ഏരിയയാണ്, ഒരു ടോപ്പിക്കാണ്. നമ്മൾ തെറ്റിപ്പോവാൻ സാധ്യതയുള്ള ഏരിയയാണ്. ദാറ്റ് ഈസ് വോണ്ട് ഡെഹിസൻസ് ആൻഡ് വോണ്ട് എവിസറേഷൻ. അപ്പോൾ നമുക്ക് ആദ്യമായി വോണ്ട് ഡെഹിസൻസ് എന്താണെന്ന് നോക്കാം. എന്താണ് ഈ വോണ്ട് ഡെഹിസൻസ്? വോണ്ട് ഡെഹിസൻസ് എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ സർജറി, എസ്പെഷ്യലി ആഫ്റ്റർ അബ്ഡോമിനൽ സർജറി, സ്യൂച്ചർ റപ്ചർ ആവുക അല്ലെങ്കിൽ സ്യൂച്ചർ പൊട്ടുക. അത് പാർഷ്യലായിട്ടും ആവാം അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടും ആവാം. നിങ്ങൾക്ക് അതിൻ്റെ ഒരു പിക്ചർ ഇവിടെ വരച്ചിട്ടുണ്ട്, ജസ്റ്റ് നോക്കാം. ഇതാണ് വൂണ്ട് ഡെഹിസൻസിന്റെ പിക്ചർ. ഇതാ ഇവിടെ നമ്മുടെ സ്യൂച്ചർ പൊട്ടിയിട്ട് ജസ്റ്റ് അത് റീ ഓപ്പൺ ആവുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ ഒരു പിക്ചർ എന്ന് പറഞ്ഞത്. സോ വൂണ്ട് ഡെഹിസൻസിന്റെ ഒരു ഡെഫിനിഷനായിട്ട് നമുക്ക് പറയാമെങ്കിൽ, wound dehiscence occurs when a surgical incision reopened either internally or externally. ഒന്നെങ്കിൽ വൂണ്ട് ഡെഹിസൻസ് ഇന്റേണൽ ആയിട്ടും എക്സ്റ്റേണൽ ആയിട്ടും റീ ഓപ്പൺ ആവുന്ന അവസ്ഥയാണ് വൂണ്ട് ഡെഹിസൻസ് എന്ന് പറയുന്നത്. ഇത് മെയിനായിട്ട് ഒക്കർ ചെയ്യുന്നത് 6 to 8 ഡേയ്സിന് ശേഷമാണ്. അതായത് അബ്ഡോമിനൽ സർജറി ഒക്കെ കഴിഞ്ഞ് 6 to 8 ദിവസത്തിന് ഉള്ളിൽ അതിന് ശേഷമാണ് സാധാരണയായി ഈ വൂണ്ട് ഡെഹിസൻസ് ഉണ്ടാവുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ആ ഒരു ഡേയ്സ് ഓർത്ത് വെക്കുക. സോ അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് നമ്മൾ പേഷ്യൻസിനോട് അബ്ഡോമിനൽ ബൈൻഡേഴ്സ് കൂടുതലും യൂസ് ചെയ്യാൻ പറയും, കാരണം അബ്ഡോമിനൽ പ്രഷർ റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇതിൽ സാധാരണയായി ഇതിൽ എക്സാംസിന് ചോദിച്ചു വരുന്നൊരു ഏരിയയാണ് ഇതിൻ്റെ ഫ്ലൂയിഡ് ഡിസ്ചാർജ് എന്താണ്. അതായത് ആ വൂണ്ട് ഡെഹിസൻസിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഡ്രെയിനേജ് അല്ലെങ്കിൽ ഫ്ലൂയിഡ് ഡിസ്ചാർജിന്റെ കളർ ചോദിക്കാറുണ്ട്. അതേത് ടൈപ്പ് ഓഫ് ഡിസ്ചാർജ് ആണ് ചോദിക്കാറുണ്ട്. ദാറ്റ് ഈസ് സെറോ സാങ്കിനസ് ഫ്ലൂയിഡ് ആണ്. ഏതാണ്? സെറോ സാങ്കിനസ് ഫ്ലൂയിഡ് ആണ് അവിടെ നിന്ന് വരുന്നത്. അതിന്റെ കളർ എന്ന് പറഞ്ഞാൽ സാൽമൺ പിങ്ക് ആണ്. ഏതാണ്? സാൽമൺ പിങ്ക് ആണ്. പിന്നെ ഇതിൽ നിന്ന് ചോദിച്ചിരുന്ന ഏരിയയാണ് മാനേജ്മെന്റ്. ഇതിന്റെ മെയിൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ കവർ ദ വൂണ്ട് വിത്ത് സലൈൻ സോക്ക്ഡ് ഗോസ് ആണ്. എന്താണ്? കവർ ദ വൂണ്ട് വിത്ത് സലൈൻ സോക്ക്ഡ് ഗോസ് ആണ്. പിന്നെ ആന്റിബയോട്ടിക് ചെയ്യാം, പിന്നെ നമ്മൾ സർജിക്കലി അത് കറക്റ്റ് ചെയ്യാം. ഇതാണ് മെയിനായിട്ട് സാധാരണയായിട്ട് എക്സാമിന് ചോദിച്ചു വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത്. അടുത്തതാണ് വൂണ്ട് എവിസറേഷൻ. സാധാരണ ഡെഹിസൻസ്, വൂണ്ട് ഡെഹിസൻസിന്റെ ഒരു കോംപ്ലിക്കേഷന്റെ ഭാഗമായിട്ടാണ് വൂണ്ട് എവിസറേഷൻ സാധാരണ ഉണ്ടാവാറ്. ഇവിടെ റപ്ചർ ആയിട്ടുള്ള സ്യൂച്ചറിലൂടെ ഇന്റേണൽ ഓർഗൻസ്, നമ്മൾ ഇന്റേണൽ ഓർഗൻസിനെ വിസറൽ ഓർഗൻസ് എന്നൊക്കെ പറയാറുണ്ട്, അത് പുറത്തു വരികയാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് പ്രൊട്രൂഷൻ ഓഫ് ആൻ ഇന്റേണൽ ഓർഗൻ ഓർ ടിഷ്യൂസ് ത്രൂ ആൻ ഓപ്പണിംഗ് ഇൻ ദ വൂണ്ട് എഡ്ജസ്. അതാണ് നമ്മൾ അതിൻ്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്. സോ ഇതും എസ്പെഷ്യലി ആഫ്റ്റർ അബ്ഡോമിനൽ സർജറിയാണ്. ഈ അബ്ഡോമിനൽ സർജറി എപ്പോഴും ഓർത്തിരിക്കുക, ഈ വൂണ്ട് ഡെഹിസൻസും എവിസറേഷനും. ഓക്കെ, അത് വരുന്ന സമയത്ത് അബ്ഡോമിനൽ സർജറി എന്നുള്ളൊരു ഒരു വേർഡ് അല്ലെങ്കിൽ ആ ഒരു പദം അല്ലെങ്കിൽ ആ ഒരു സംഭവം നിങ്ങൾ ഓർത്തിരിക്കണം. ഇത് മെയിനായിട്ട് 6 to 8 ഡേയ്സിന് ശേഷമാണ്, സർജറി ശേഷമാണ് ഉണ്ടാവുന്നത്. 6 to 8 ഡേയ്സിന് ശേഷം. ഇതിൽ മെയിൻ ചോദിക്കാറ് ഇതിന്റെ മാനേജ്മെന്റ് ആണ്. ഫസ്റ്റ് നഴ്സിംഗ് റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് എപ്പോഴും ചോദിക്കാറ്. കഴിഞ്ഞ കൊല്ലത്തെ ജിപ്മറിലൊക്കെ ചോദിച്ചിട്ടുള്ള, അല്ലെങ്കിൽ അതിന് മുന്നേ കൊല്ലത്തെ 2 കൊല്ലം മുന്നത്തെ എയിംസ് ജിപ്മറിലൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് നഴ്സിംഗ് റെസ്പോൺസിബിലിറ്റി ആഫ്റ്റർ വൂണ്ട് എവിസറേഷൻ എന്താണ്? ഡോക്ടറെ ഇൻഫോം ചെയ്യലാണോ, അല്ലെങ്കിൽ ആ ഒരു ഏരിയ ക്ലോസ് ചെയ്യാണോ? അല്ല. കവർ ദ പ്രൊട്രൂഡിംഗ് ഓർഗൻ വിത്ത് സ്റ്റെറൈൽ നോർമൽ സലൈൻ ഡ്രസ്സിംഗ്. ആ ഒരു ഏരിയ നമ്മൾ സലൈൻ ഡിപ്പ് ചെയ്തിട്ടുള്ള ഡ്രസ്സിങ്ങിൽ, നോർമൽ സ്റ്റെറൈൽ ഡ്രസ്സിങ്ങിൽ നമ്മൾ ആ ഒരു ഏരിയ കവർ ചെയ്ത് വെക്കുക മാത്രമാണ് ചെയ്യേണ്ടത്. രണ്ടാമതായിട്ട് നമ്മൾ ഡോക്ടറെ ഇൻഫോം ചെയ്യാം. മൂന്നാമതായിട്ട് എത്രയും പെട്ടെന്ന് ആ ഒരു ഏരിയ ക്ലോസ് ചെയ്യാം. ഓക്കെ, സാധാരണയായിട്ട് എക്സാമിന് ചോദിച്ചു വരുന്നതാണ് ഇതിന്റെ പൊസിഷൻ എന്താണെന്നുള്ളത്. നമ്മൾ സാധാരണ വൂണ്ട് എവിസറേഷൻ വന്ന ആൾക്കാർക്ക് നമ്മൾ എന്ത് തരത്തിലുള്ള പൊസിഷനാണ് കൊടുക്കാറ്? ദാറ്റ് ഈസ് ലോ ഫോളിസ് പൊസിഷൻ വിത്ത് നീ ബെൻഡ്. ലോ ഫോളിസ് പൊസിഷൻ വിത്ത് നീ ബെൻഡ്. എന്തിനാണ് ഇങ്ങനെ ലോ ഫോളിസ് വിത്ത് നീ ബെൻഡ് കൊടുക്കുന്നത്? അബ്ഡോമിനൽ പ്രഷർ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അബ്ഡോമിനൽ പ്രഷർ കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഓർഗൻസ് പുറത്തേക്ക് വരും. ഓക്കെ, സോ അതിന്റെ പൊസിഷൻ ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്.
പിന്നെ അതുപോലെ ഓർത്തിരിക്കുന്ന ഒന്നാണ്, ഒരിക്കലും നമ്മൾ പുറത്തു വന്ന ഓർഗൻസ് അല്ലെങ്കിൽ ടിഷ്യൂസിനൊന്നും നമ്മൾ ഉള്ളിലേക്ക് തള്ളി വിടുന്നത്, പുഷ് ചെയ്യരുത്. അത് ഓർത്തിരിക്കുക. ഓക്കെ, ഇതിന്റെ വൂണ്ട് എവിസറേഷൻ ആയിക്കോട്ടെ, വൂണ്ട് ഡെഹിസൻസ് ആയിക്കോട്ടെ, രണ്ടിന്റെയും പ്രയോറിറ്റി റിസ്ക് ഫാക്ടേഴ്സ് വരുന്നത് മെയിനായിട്ട് ഇൻഫെക്ഷൻ ആണ്. ഓക്കെ, അതിൻ്റെ ഒരു വൂണ്ട് എവിസറേഷൻ്റെ ഒരു പിക്ചർ കാണിക്കുക എന്ന് പറയുകയാണെങ്കിൽ ഇതാണ് വൂണ്ട് എവിസറേഷൻ. നമ്മൾ സർജിക്കൽ ഓപ്പണിംഗ് ആണ്, അതിലൂടെ ഇന്റേണൽ ഓർഗൻസ് പ്രൊട്രൂഡ് ചെയ്ത് പുറത്തു വരുന്നു. സോ ഇതാണ് ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ. സാധാരണയായിട്ട് എല്ലാ എക്സാംസിലും ചോദിച്ചു വരുന്ന ഒരു ഏരിയയാണ്. നമ്മൾ പഠിച്ചില്ലെങ്കിൽ തെറ്റിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഈ ഒരു ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. ഞങ്ങളെ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താഴെയുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.